ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചില നാളുകൾക്ക് മുന്നമേ നമ്മളൊരു സീരീസ് ആരംഭിച്ചു. ഏറെക്കുറെ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നായിരുന്നു അതിൻ്റെ അന്തം. ആ വാക്യത്തിൽ നമ്മൾ എടുത്ത ഭാഗം, രക്ഷ വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുന്ന ആരും രക്ഷിക്കപ്പെടും. പക്ഷേ റോമാലേഖനത്തിൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമ്മോട് അധികം അടുത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരാളിന് രക്ഷയിലൂടെ തുടർന്ന് അതിൻ്റെ ത്രികാല ഭാഗങ്ങളിലേക്ക്, രൂപങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. നാം യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാപത്തിൻ്റെ മോഹങ്ങളെ കീഴടക്കി നാം രക്ഷ അനുഭവിച്ചതിൽ തുടരുന്നവരാണ്. ഇനി ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുമ്പോൾ നാം നമ്മുടെ രക്ഷാപൂർത്തിയിൽ എത്തിയിരിക്കും. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, ഇന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും നാം രക്ഷിക്കപ്പെടും. രക്ഷയ്ക്ക് ത്രികാലഘട്ടങ്ങളുണ്ട്. ആകയാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. എങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ കംപ്ലീറ്റ് ആയില്ല, വേറെ ഏതോ ഒന്നുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ഫിലിപ്പ് ലേഖനം 2:12 പറയുന്നു. അത്രയും നമ്മൾ ചിന്തിച്ചു. അതേസമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഏത് ഭക്തനിലും ഏത് അഭിഷക്തനിലും ഒളിഞ്ഞു കിടന്ന് ഞാനും നിങ്ങളും അറിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്ന് നമ്മളെ നശിപ്പിച്ച് കളയുന്ന ചില ജഡീക സ്വഭാവങ്ങൾ, ചില ഭൗതിക ഘടകങ്ങൾ നമ്മിലേക്ക് എന്നും കയറാൻ താല്പര്യപ്പെടും. ഒരു ക്യാൻസറിൻ്റെ അണു അകത്ത് കയറിയാൽ ആ വ്യക്തിത്വത്തെ തകർക്കുന്നത് പോലെ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കയർന്നിട്ടുണ്ട്, ആരും അറിയാതെ അത് നമ്മെ നശിപ്പിച്ച് കളയും. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയാണ് എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി, നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ചില ഘടകങ്ങൾ നമുക്കുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഏത് ഭക്തനിലും ഒളിഞ്ഞിരിക്കും, ഏത് വലിയ വ്യക്തിയുടെയും ഉള്ളിൽ കിടക്കും. നമ്മെ തകർക്കുന്നത് വരെ ഇത് നമ്മെ കാർന്ന് തിന്നും. അത് എന്ന് പ്രത്യക്ഷമാകുമെന്ന് അറിയത്തില്ല. ഇറ്റ്സ് എ ഫൈനൽ ടെർമിനേറ്റർ, ഇറ്റ്സ് എ ഹിഡൻ ഫാക്റ്റ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് നമ്മെ തൊടാതെ നാം ജീവിക്കണം. ജഡമോഹം അഥവാ ജഡം എന്ന് വേദപുസ്തകം പറയുന്നത് എന്തിനെയാണ്? ഇത് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ എടുത്ത ക്ലാസ്സിൻ്റെ സമ്മറിയ ഇന്നിങ്ങോട്ട് കയറാൻ വേണ്ടി. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്യുവാനുള്ള ഒരു ആസക്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ആസക്തിയാണ് ജഡമെന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ശരീരത്തെ അല്ല. ഈ ശരീരം നല്ലതാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. എന്നാൽ ഈ ജഡത്തിന് ചില അഭിലാഷമുണ്ട്. പാപ സ്വഭാവത്തിന് ചില അഭിലാഷങ്ങളുണ്ട്. ആ അഭിലാഷങ്ങൾ നാം ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് നമ്മെ നടത്തുകയും നമ്മെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതാണ്. അതിനെ ജഡമോഹം എന്ന് വിളിക്കും. ജഡമോഹത്തിൽ നിന്ന് നാം എങ്ങനെ രക്ഷപ്പെടും? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ കുരിശിച്ചു. ചത്തു എന്ന് പറഞ്ഞില്ല, കുരിശെ തറച്ചു വെച്ചിരിക്കുക. അത് ഇളകി വരാൻ ഒക്കത്തില്ല. ഞാൻ പാപസംബന്ധമായി മരിച്ചുവെന്ന് എന്നെ തന്നെ എണ്ണുക. ക്രൂശിൽ ഇതിനെ തറച്ചു വെച്ചതിനാൽ അത് തിരിച്ചു വരാൻ പാടില്ല. ജഡമോഹത്തെ നമുക്ക് അങ്ങനെ വിടർത്തിയെടുക്കുവാൻ കഴിയും. 2, കൺമോഹം. കണ്ണിന് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന പലതും മനുഷ്യനെ നാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഹവ്വയെ നശിപ്പിച്ചത് കണ്ണിന് കാണാൻ കൊള്ളാം എന്ന് തോന്നിയ പഴം കാണിച്ച. ദാവീദിനെ നശിപ്പിച്ചത് ഒരിക്കൽ കുളിക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ്. ലോത്തിനെ നശിപ്പിച്ചത് കാണാൻ കൊള്ളാവുന്ന നീരോട്ടമുള്ള പ്രദേശം കാണിച്ചുകൊണ്ടാണ്. യേശുവിനെ നശിപ്പിക്കേണ്ടതിന് ഈ ഭൂമി മുഴുവനും കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ മഹത്വം കാണിക്കുവാൻ പിശാച് മറന്നില്ല. കൺമോഹത്തെ യേശു ജയിച്ചു, നാമും ജയിക്കും. യോബ് അതിനെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, അതുകൊണ്ട് ഞാനൊരു കന്യകയെ ഇനി നോക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അയോഗ്യമായ ഒരു നടപ്പിന് വേണ്ടി തെരഞ്ഞു നടന്ന് നോക്കുക എന്ന ആശയമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല. ഒരാളിനെ കണ്ടാൽ കണ്ണടയ്ക്കണമെന്നൊന്നുമല്ല. പകരം അയോഗ്യമായ ജീവിതത്തിന് വേണ്ടി തിരക്കി ഇറങ്ങുന്ന ഒന്ന്, ആ തപ്പി നടപ്പ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒക്കത്തില്ല, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പ്രൊവേബ്സിൽ പറഞ്ഞു, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കരുത്, അത് നോക്കിയാൽ ഒടുവിലത് നിന്നെ തിരിഞ്ഞു കൊത്തും എന്ന് പറഞ്ഞാൽ കൺമോഹത്തിലൂടെ പിടിപെടാവുന്ന സകലത്തിനും എതിരെ കണ്ണടയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞേ മതിയാകും. 3, ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം എന്നാൽ എന്ത്? എനിക്ക് ഉയരണം, എനിക്ക് വളരണം എന്നുള്ള ചിന്താഗതി. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഓർപ്പിച്ചു.
ഞാൻ യേശുക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവായി അംഗീകരിച്ചാൽ ആ ആളിന് വരുവാനുള്ള ആത്മീക, ഭൗതിക, ശാരീരിക നന്മകളിൽ വിശ്വസിക്കുന്നയാളാണ് ദൈവം അദ്ദേഹത്തെ ഉയർത്തിപ്പണിയുന്നു എന്ന് എനിക്കറിയാം. അവനെ മൈക്കാനുള്ള അറ്റൻഡ് ചെയ്തേ. ഈ സ്പീക്കർ മോണിറ്റർ പ്ലീസ് സംബഡി അറ്റൻഡ്. ജീവനത്തിൻ്റെ പ്രതാപം എന്നത് എനിക്ക് ഉയരണം, എനിക്ക് വളരണം എന്നുള്ള ഒരു ചിന്താഗതി. ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് ഉയർത്തേണ്ടതിനാണ്, വളർത്തേണ്ടതിനാണ്, തകർക്കേണ്ടതിനല്ല. നന്മയും ഭൗതിക ആത്മീക അനുഗ്രഹങ്ങളും ഒരു ദൈവപൈതലിൻ്റെ അവകാശമാണ് നമുക്ക് വേണ്ടി തരേണ്ടതാ. പക്ഷേ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഞാൻ അതിൻ്റെ പുറകെ പോകയില്ല. പണം എന്നെ അടിമയാക്കുകയില്ല. പണം എൻ്റെ അടിമയായിരിക്കും. ആവശ്യം പോലെ എനിക്ക് പണം ദൈവം തരും. പക്ഷെ ഞാൻ പണത്തിൻ്റെ പുറകെ പോകയില്ല. പണം എൻ്റെ പുറകെ വരും. ഞാൻ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകയില്ല. അത് എൻ്റെ പുറകിൽ വന്നിരിക്കും. കാര്യം ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ദൈവ പൈതലാന്നുള്ള വാക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ച ഒരു ഉപമ ഒന്നുകൂടെ പറയട്ടെ. കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ ഒരിക്കൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. അച്ഛന് ബോട്ടിൻ്റെ ഒരു കോർണറിൽ അല്ല ഒരു ഭാഗത്തിരുന്നു. അച്ഛനെ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നവർ അച്ഛൻ്റെ വട്ടം കൂടി. ഒരു ബോട്ടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ആൾ വന്നാൽ വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ട് പെശക അത് മുങ്ങിപ്പോവും. അതൊക്കത്തില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണം ആളുകൾ ഇരിക്കാൻ. പക്ഷേ അച്ഛൻ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും കൂടെ അച്ഛൻ്റെ വട്ടം വന്നുകൂടി. നല്ല കാലത്തിന് ആ ബോട്ടിൻ്റെ മറ്റേ അറ്റത്ത് ഒരു പ്രശസ്ത വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ജ്യോത്സ്യൻ. ജ്യോത്സ്യനെ കണ്ടതുകൊണ്ട് അതിൽ വിശ്വാസമുള്ള കുറേ ആളുകൾ അങ്ങേരുടെ വട്ടവും കൂടി അങ്ങനെ ബോട്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ ജ്യോത്സ്യൻ ആരോണ്ടൊരു ചോദ്യം ചോദിച്ചു, മറ്റേ അറ്റത്ത് ആരായിരിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ ആൾക്കൂട്ടം, മറ്റു ജ്യോത്സ്യന്മാരുണ്ടോയെന്ന് അറിയാനാ. അപ്പോൾ ആരോ പറഞ്ഞു അത് കാനവച്ചനാന്ന് പറഞ്ഞു. ജ്യോത്സ്യൻ എഴുന്നേറ്റ് കാനവച്ചൻ്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു പോലും, അങ്ങയുടെ ജന്മ തീയതി എന്തുവാണ്, ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്നറിയാനാ. അച്ഛൻ തിരിച്ചു ചോദിച്ചു, എൻ്റെ നക്ഷത്രം കണക്ക് കൂട്ടാനല്ലേ? അതെ. എന്നിട്ട് അച്ഛനൊരു മറുപടി പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ, ഗ്രഹങ്ങളെ, ഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാ. ഇതിനെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാ. അതുകൊണ്ട് ഇതിന് എൻ്റെ മേൽ ഒരു എഫക്റ്റും ഇല്ല. പകരം അതിൻ്റെ മേൽ എനിക്കാ എഫക്റ്റ്. ഓക്കെ, അതെ, സോറി, അത് എൻ്റെ വാക്കാ, എൻ്റെ വിശ്വാസമാണ്. അതിൻ്റെ മേൽ എനിക്കാ ഇഫക്റ്റ്, അതെൻ്റെ വിശ്വാസമാണ്. അച്ഛൻ പറഞ്ഞു അതിന് എൻ്റെ മേൽ യാതൊരു ഇഫക്റ്റും ഇല്ല. സത്യമാണ്, എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാതാവ്. അതുകൊണ്ട് ഇതിനൊന്നും എന്നോട് ഒരു ഗുണമോ ദോഷമോ ചെയ്യാനൊക്കത്തില്ല. പകരം എനിക്ക് അതിൻ്റെ മേൽ മാത്രമേ ഇൻഫ്ലുവൻസ് ഉള്ളൂ. എന്നാൽ ഇതെല്ലാം എനിക്ക് തരുവാൻ എൻ്റെ ദൈവം തീരുമാനിച്ചു. ദൈവം ഇതിൻ്റെ എല്ലാം യജമാനനാണ്, ഉടമസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ പുറകെ പൊയ്ക്കോളാൻ ദൈവം അതിനോട് പറഞ്ഞാൽ അത് എൻ്റെ പുറകെ വരും. ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല. ലൂസിഫർ നിന്നുകൊണ്ട് യേശുവിനോട് പറയുന്ന ഒരു പദം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുമുണ്ട്. ലൂക്കോസ് 4:4-5 വാക്യങ്ങൾ വായിച്ചാൽ ഈ ഭൂമി മുഴുവനും അതിൻ്റെ മഹത്വവും യേശുവിനെ കാണിച്ചേച്ചു പറഞ്ഞു, ഇത് മുഴുവനും എൻ്റേതാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരാം, നിൻ്റേതാകും. പിശാചിനെ നമസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം അനുഗ്രഹമുണ്ട്, അതല്ല എനിക്ക് വേണ്ടത്. പകരം എൻ്റെ കർത്താവ് പിശാചിനോട് പറഞ്ഞു, നീ മാറി നില്ല്, ഞാനിത് നിൻ്റെ കയ്യിൽ നിന്ന് ബലാത്കാരേണ പിടിച്ചെടുക്കും. പിശാചിനെ തോൽപ്പിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുന്ന ഒരു നന്മയും ഒരു അനുഗ്രഹവും ദൈവം ദൈവപൈതലിന് തന്നിട്ടുണ്ട്. കള്ളയൊപ്പിട്ട് കാശെടുത്താൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്, അല്ലേ? കോപ്പിയടിച്ച് ജയിച്ചാൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്. പിന്നെ കള്ളക്കണക്കെഴുതി പൈസ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിച്ചാൽ അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിടുകയാണ്. അവൻ പറയും, എൻ്റെ മുമ്പിൽ കുമ്പിട്ടാൽ ഞാൻ തരാം. ദൈവത്തിന് പറയാനുള്ളത് നോ, നിന്നെ ചവിട്ടി താഴ്ത്തിയേച്ച് അത് പിടിച്ചെടുക്കും. നന്മയും കരുണയും എൻ്റെ വകയാ, അത് എനിക്കുള്ളതാ, അത് പിശാചിൻ്റെ മുമ്പിൽ കുമ്പിട്ടിട്ടല്ല. എന്നാൽ അവൻ്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് അതിനെ എടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതെടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിനെ കൺമോഹത്തിൻ്റെ, ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാം. ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒടുവിലത്തെ പടിയായി പറയുന്നത് വെയിൻ ഗ്ലോറി, വെറും ദുരഭിമാനം ആളുകൾക്കുണ്ടാകുക. വെയിൻ ഗ്ലോറിയും ദുരഭിമാനവും ജീവനത്തിൻ്റെ പ്രതാപവും ചേർത്ത് ഇങ്ങനെ ചിന്തിച്ചു, മറ്റൊരാളിനെ പോലെ ആകാൻ വേഷം കെട്ടുന്ന എ പ്രഷർ ടു പെർഫോം. അവിടെയാണ് ഞാൻ കൊണ്ട് നിർത്തിയത്. അതിനെയാണ് വെയിൻ ഗ്ലോറി എന്ന് വിളിക്കുന്നത്. എ വെയിൻ ഗ്ലോറി, എ പ്രഷർ ടു പെർഫോം. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു, ഇത്രയും ആൾ ഇവിടെ വന്നു.
എന്നേക്കാൾ വലിയ ഒരാൾ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അധികം ആളുകളെ കിട്ടുമെന്നുള്ള രീതിയിൽ അതുപോലെ പ്രസംഗിക്കണം എന്ന് എനിക്കും തോന്നാറുണ്ട്. അത് എനിക്ക് ദൈവം തന്നതല്ല, ഇറ്റ്സ് സംതിങ് വേ. എൻ്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു വിത്തുണ്ട്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അവിടം വരെ ഞാൻ വളരണം. അന്യൻ്റേത് ഞാൻ മോഹിക്കത്തില്ല. അന്യൻ്റെ പ്രസംഗം മോഹിക്കത്തില്ല, അന്യൻ്റെ കൃപാവരം മോഹിക്കത്തില്ല, അന്യൻ്റെ സഭയിലെ ആളുകളെ മോഹിക്കത്തില്ല, അന്യനുള്ള യാതൊന്നും മോഹിക്കത്തില്ല. അത് ദൈവം എനിക്ക് തന്നതല്ല. ദൈവം എനിക്ക് തന്നതിൽ ഞാൻ വളരണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അന്യൻ്റേത് പാടില്ല. എന്നാൽ അന്യൻ്റേത് വേണം, അവനെപ്പോലെ ആകണം എന്ന് തോന്നുന്നവർ ദേ ഹാവ് എ പ്രഷർ ടു പെർഫോം. അതുപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടി വേഷം കെട്ടാൻ, അഭിനയിക്കാൻ ഒരു താല്പര്യം. അങ്ങേരിട്ട കോട്ട് എനിക്കിടണം, ഇവളുടുത്ത സാരി എനിക്ക് ഉടുക്കണം, മറ്റവനിട്ട ഷർട്ട് എനിക്ക് വേണം. അന്യൻ്റേതിനോടൊരു മോഹം, നോ, അത് പാപമാണ്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതാണ്. പകരം അതിനേക്കാൾ മേന്മയായി ഇത് ദൈവത്തിന് തരാനുള്ളതാണ്. ആ ദൈവത്തിന് തരുവാനുള്ളത് ഞാൻ ഏറ്റെടുക്കും. പ്രഷർ ടു പെർഫോം രണ്ട് രീതികളിൽ നമുക്കതുണ്ടാകാം. ഞാൻ ഇന്നത് ആദ്യമായി തൊടുക. രണ്ട് രീതികളിൽ നമുക്കതുണ്ടാകാം. ഒന്ന്, എന്നെ വിളിച്ചിരിക്കുന്ന വിളി വിശ്വസ്തനും വിശുദ്ധനുമായ ദൈവമാണ്. ആ വിളിയുടെ ടാർഗറ്റിൽ ഞാൻ എത്തണം. അതിനുവേണ്ടി ഐ നീഡ് ടു പെർഫോം. BA പഠിക്കുവാൻ ചെന്നിരിക്കുന്ന പെൺകുട്ടി MA പഠിക്കുവാൻ ചെന്നിരിക്കുന്ന പെൺകുട്ടിയേക്കാൾ വ്യത്യസ്തയാണ്. രണ്ടുപേരുടെയും ടാർഗറ്റ് വ്യത്യസ്തമാകയാൽ അവരുടെ സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് വ്യത്യാസമായിരിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് 10ാം ക്ലാസ് ജയിക്കത്തില്ല. അവരവരുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ടാർഗറ്റിന് വേണ്ടി നാം പെർഫോം ചെയ്തേ മതിയാകൂ. പക്ഷേ നെവർ ഫോർ ദ വെയിൻ ഗ്ലോറി, മറ്റൊരുത്തനെ പോലെ ആകുവാൻ ഞാൻ വ്യാമോഹിക്കാൻ പാടില്ല. ഒരിക്കൽ എൻ്റെ സ്കൂളിൽ ഒരു നാടകം നടന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകത്തിന് പോയിട്ടില്ല, സത്യമായിട്ടും പോയിട്ടില്ല, ഒരിക്കൽ പോലും പോയിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ആ നാടകം കളിക്കുമ്പോൾ അതിനകത്ത് ഒരു ഉടയവൻ വേണം. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതേ വീട്ടിൽ തന്നെ ഒരു വേലക്കാരൻ വേണം. അവൻ്റെ ഡ്രസ്സിങ് ആ വേലക്കാരൻ്റെ ഡ്രസ്സിൽ മോശമായിരിക്കണം. ഈ വേലക്കാരനെ ഒരല്പം മാനസിക വൈകല്യമുള്ള ഒരാളായതുകൊണ്ട് വേലയ്ക്ക് നിൽക്കുന്നു എന്ന ആശയത്തിലാണ് അവർ ചിത്രീകരിക്കുന്നത് ആ നാടകത്തിനകത്ത്. അതിന് കൊള്ളാവുന്ന ഒരു പുള്ളി ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ പഠിച്ച, പിന്നെ എൻ്റെ നേരെ ചേട്ടൻ്റെ കൂടെ പഠിച്ച, പിന്നെ എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ അനിയന്മാരുടെ കൂടെ എല്ലാം പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ക്ലാസ്സിൽ 5-6 കൊല്ലം അങ്ങ് പഠിക്കും. ഈ മറ്റേ പ്രശ്നം ഒരല്പം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് മാനസികമായ ഒരല്പം പ്രയാസമുണ്ട്. അപ്പോൾ ആളുകൾ തപ്പിയിട്ട് ഇവനായിരിക്കും വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കാൻ ബെസ്റ്റ് എന്ന് കണ്ടു. അതുകൊണ്ട് അവനെ വിളിച്ചു പറഞ്ഞു, നീ ആയിരിക്കും വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കുന്നത്. അഭിനയിക്കേണ്ട കാര്യമില്ല, അവൻ അങ്ങനെ ചെയ്യാൻ ഒക്കും, ഈ ക്യാൻ പെർഫോം. ഓക്കെ, അങ്ങനെ ഈ നാടകത്തിൻ്റെ പ്രാക്ടീസ് മുഴുവനും കഴിഞ്ഞു. അവസാനം ഇതിൻ്റെ ഫൈനൽ റിഹേഴ്സലിൻ്റെ അന്ന് വന്നപ്പോൾ ഫുൾ ഡ്രസ് റിഹേഴ്സലായിരിക്കണം, എല്ലാവരും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം റിഹേഴ്സൽ എടുക്കാനെന്ന് പറഞ്ഞു. കേട്ടതേ ഉള്ളേ, ഞാനിതൊന്നും കണ്ടതല്ല. ഡ്രസ്സ് ഇട്ടപ്പോഴാണ് ഇവൻ ആഹപ്പാടെ ഒരു ഇച്ഛാഭംഗം. അവൻ്റെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നയാൾ സൂട്ട് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇവൻ ഒരു കീറിയ ഉടുപ്പിട്ടുകൊണ്ട് വരണം. പറഞ്ഞു അത് നടക്കുകയെന്ന് പറഞ്ഞു. പറയടാ, നീ വേലക്കാരനല്ലേ? ആര് പറഞ്ഞു? പിന്നെ ഇതുവരെ അഭിനയിക്കുകയല്ലായിരുന്നു. അതെ, അഭിനയം തുടരാനാ, അഭിനയിക്കാം, പക്ഷെ കീറി കിട്ടുകൊണ്ട് ഞാൻ വരികയില്ല. ആ കോട്ട് എനിക്ക് വേണം. അന്ന് ആരോ അവൻ്റെ ചെവിക്ക് പിടിച്ചൊരു കറക്കി, പിന്നെ അവൻ അഭിനയിച്ചു ഫുൾ ഡ്രസ് റിഹേഴ്സലിന്. അപ്പോഴേ അവൻ പറഞ്ഞു, ഇത് ഇപ്പോഴത്തേക്കേ ഉള്ളൂ, ഫൈനൽ ദിവസം ഞാൻ സമ്മതിക്കുകയില്ല. ഫൈനൽ ദിവസം ഡ്രാമയ്ക്ക് ആളുകൾ വന്നു, എല്ലാവരെയും ഡ്രസ്സ് ഇടിപ്പിച്ചു. കർട്ടൻ വലിക്കുന്നതിന് തൊട്ട് മുമ്പേ നോക്കിയപ്പോൾ വേലക്കാരനെ കാണുന്നില്ല. ഇവൻ എവിടെ? അപ്പോഴാണെങ്കിൽ അകലെ ഒരു വിളക്ക് പോകുന്നത് കണ്ട് ആരാണ്ട് പറഞ്ഞു അവനാന്ന് തോന്നണമെന്ന് പറഞ്ഞു. പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് വന്നു. നായ്ക്കോലം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. നാട്ടിൽ പറയുന്ന ഒരു വാചകം, ഒരു പഴഞ്ചൊല്ല, നായയുടെ കോലം കെട്ടിയാൽ കുരച്ചേ പറ്റൂ. അല്ലേ നായ്ക്കോലം കെട്ടുന്നതിന് മുമ്പേ ഓർക്കണം. നാടകത്തിൽ വേലക്കാരൻ്റെ ഭാഗം അഭിനയിക്കാൻ തീരുമാനിച്ചാൽ അതിന് വേഷം ധരിച്ചേ പറ്റൂ. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഇറങ്ങിയാൽ ജീവിച്ചേ പറ്റൂ. There is no two way. It's a pressure to perform. എൻ്റെ വിളി എന്തുവാണ്? എൻ്റെ ലക്ഷ്യബോധം എന്തുവാ? എൻ്റെ ലക്ഷ്യം എന്തുവാ? എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിനാണ്. ഐ ഹാവ് എ പ്രഷർ ടു പെർഫോം ടു ഗോ ടു ദ റൈറ്റ് ഗോൾ. പക്ഷേ നിങ്ങളിൽ ഒരാളിനെ അനുകരിക്കുവാൻ ഞാൻ പെർഫോം ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ദുരഭിമാനം എന്ന് വിളിക്കുന്നത്. ഈ ആശയം വളരെ വ്യക്തമായി ഇന്ന് എനിക്ക് തോന്നുന്നു. എന്നെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ദൗത്യത്തിന് വേണ്ടിയും ഞാൻ ഇരുന്നേ മതിയാകൂ, ഞാൻ വേല ചെയ്തേ മതിയാകൂ. ഒരു മാനസിക രോഗിയെ ഒരിക്കൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രശ്നം, ചുമ്മാതിരിക്കുന്ന ഒരു കടലാസ് ഇങ്ങോട്ട് എടുക്കും. മാനസിക രോഗിയാണ്, ഞങ്ങളൊക്കെ ഇതങ്ങ് വിശ്വസിക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങോട്ട് എടുത്ത്, ഹലോ എത്ര പേരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ കമ്പനിയുടെ ജനറൽ മാനേജരായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇയാൾ ഒരു കടലാസിൽ കൂടെ പറയുക, ഇവൻ നല്ല കാലത്തിന് ഇത് ഇളകുന്നതിന് മുമ്പേ നടന്ന കാലത്ത് ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്ത് പറയുമായിരുന്നു പോലും. ഫോണിന് മറ്റേ അറ്റത്ത് ആരും ഇല്ല,
അടുത്തിരിക്കുന്നവരെ കേൾപ്പിക്കാൻ വേണ്ടി വേറൊരാളായി അഭിനയിക്കാൻ. ഞാൻ താണവനായിരിക്കെ ഉന്നതനാണെന്ന് സ്വയം പറയുന്നവരുണ്ട്. വ്യാമോഹങ്ങൾ മനുഷ്യൻ വരാറുണ്ട്. ഇറ്റ്സ് ദ വെയിൻ ഗ്ലോറി, എ പ്രഷർ ടു പെർഫോം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ്. അതിൻ്റെ മുമ്പിൽ ഒടുവിൽ അസൂയ, കലഹം, ഷണ്ഠ മുതലായ സകലതും ഉളവാകും. അത് അനേക ദോഷങ്ങൾക്ക് കാരണമാണ്. ഞാൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഐ ലവ് ടു ബി മീ. ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് പോലെ ഞാൻ ആകുന്നത് എനിക്ക് മാന്യമാണ്, എനിക്ക് അഭിമാനകരമാണ്. സഹോദരന്മാരിൽ ചിലർ എന്ന് പറയാൻ ഒക്കത്തില്ല, ആമ്പിള്ളേരിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണായി പിറന്നിരുന്നെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി കരുതിയേനേയും. ഇന്ന് എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. പെൺപിള്ളേർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാണായി പിറന്നിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലാതെ ഞാൻ ജീവിച്ചേനെ. ആണിന് പെണ്ണാകാനും പെണ്ണിന് ആണാകാനും ഒക്കെ ഒരു തോന്നൽ കാണും. പക്ഷേ നിത്യനായ ദൈവത്തിന് ഒരു കാര്യം അറിയാം: ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണം, എൻ്റെ ജെൻഡർ ആണാണോ പെണ്ണാകണോ, എനിക്ക് എന്നാ നിറം വേണം, എനിക്ക് എന്നാ നീളം വേണം, എനിക്ക് എന്നാ വിദ്യാഭ്യാസം വേണം, ഇത് അറിയാവുന്ന ദൈവം എന്നെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചിവിടെ ആക്കിയിരിക്കയാൽ ആയാം ഒറിജിനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ഒരു പദം കൂടെ പറഞ്ഞു, അതും പറഞ്ഞേച്ച് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് ഇനി മാറാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു: ഞാനൊരു വലിയ ശുശ്രൂഷകനെ അഭിനയിച്ചല്ല, അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കുവാൻ, അദ്ദേഹത്തെ പോലെ കൃപാവരം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാമച്ചനെ പോലെ എനിക്ക് കൃപാവരം വേണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നരെ പോലെ എനിക്ക് പ്രസംഗിക്കണം. അങ്ങനെ പറഞ്ഞ ഒരു പ്രാവശ്യം ഏതാണ്ട് ഒരു 3 ആഴ്ചയ്ക്കകം പരിശുദ്ധാത്മാവനോട് ഇടപെട്ട ഒരു പദമുണ്ട്: യു വിൽ ബി എ ചീപ്പ് കോപ്പി ഓഫ് എ ഗ്രേറ്റ് ഒറിജിനൽ. ഞാൻ അവനെ സൃഷ്ടിച്ചത് ഒരു വലിയ ഒറിജിനലായിട്ടാണ്. നിന്നെ ഒരു ഒറിജിനലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റവൻ്റെ ചീപ്പർ കോപ്പിയാകാൻ ശ്രമിക്കാതെ, അവൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ ശ്രമിക്കാതെ. ദൈവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവനല്ല, ദൈവം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഹി ഹാവ് ഒറിജിനൽസ്. എൻ്റെ മുമ്പിൽ 10,2500 ഒറിജിനൽസിനെ കൊണ്ട് വെച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളുടെ മുഖച്ഛായ ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളുടെ ശബ്ദം ഭൂമിയിൽ വേറെ ആർക്കുമില്ല, നിങ്ങളിലുള്ള ഒന്നും ഭൂമിയിൽ വേറെ ആർക്കുമില്ല. യു ആർ ആൻ ഒറിജിനൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒറിജിനലിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പണ്ടൊരിക്കൽ ഞാൻ ഓർപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ മുഖം ആവറേജ് 3/4 സ്ക്വയർ അടിയേ ഉള്ളൂ. ആരുടെയും മുഖം ആരും അളന്ന് നോക്കിയിട്ടൊന്നും തോന്നില്ലല്ലോ. അളന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ഇതിനകത്ത് കുറവാണ്. ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഇതിൻ്റെ ഏരിയ എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്താൽ അപ്രോക്സിമേറ്റ്ലി 3/4 സ്ക്വയർ അടി കാണും. ഈ 3/4 സ്ക്വയർ അടി ഏരിയ കൊണ്ട് ഭൂലോകത്തിലെ കോടാനുകോടികൾക്ക് വ്യത്യസ്ത മുഖച്ഛായ കൽപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 3/4 സ്ക്വയർ അടി സ്ഥലത്ത് തമ്പുരാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കൊണ്ട് ലക്ഷോപിലക്ഷങ്ങളെ, കോടാനുകോടികളെ തമ്മിൽ കണ്ട തിരിച്ചറിയത്തക്കതുപോലെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവം. ഹി ബിലീവ് ഇൻ ഒറിജിനൽസ്. നമ്മുടെ ദൈവം ഒറിജിനലുകളിൽ വിശ്വസിക്കുന്നവനാണ്. യു ആർ ആൻ ഒറിജിനൽ. എനിക്ക് വേറൊരാളിനെ കോപ്പി അടിക്കണ്ട. ഐ നെവർ വാണ്ടഡ് ടു ബി ചീപ്പ്. ഇനിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ആശയം ഇവയെ ഒഴിവാക്കിക്കൊണ്ട് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിച്ചാണ് നമ്മൾ നിർത്തിയത്. മലിനമോഹം കൊണ്ട് ജഡത്തെ വഷളാക്കരുത്. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന് ഒറ്റയ്ക്കൊരു പേര് കൊടുക്കാൻ കഴിഞ്ഞാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, അല്ലെ വിജയകരമായ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് നമുക്കതിനെ വിളിക്കാൻ കഴിയും. ദയവായി വായിച്ചാട്ടെ ഫിലിപ്പിയർ 2 പത്രോസ് 2:10-11. ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ. 9 മുതൽ വായിച്ചാട്ടെ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ. മലിനമോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെ ദൈവം ന്യായം വിധിച്ചു. അവിടെ നമ്മൾ നിർത്തിയത്. നിർത്തിയ വാക്യം, മലിന മോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളെ ദൈവം ന്യായം വിധിച്ചു. അവരെ അനുസരിക്കുന്നത് ദൈവവചനമല്ല, അവരനുസരിക്കുന്നത് ജഡത്തെയാണ്. അവരുടെ മോഹങ്ങൾ മലിനമാകയാൽ ബൈബിളിൽ നിൽക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അവർ ജഡത്തിൻ്റെ ഇച്ഛകളെ, മോഹങ്ങളെ അംഗീകരിക്കും. പക്ഷെ മനുഷ്യനെ വഴിതെറ്റിക്കേണ്ടതിനു വേണ്ടി, മനുഷ്യനെ സത്യപാതയിൽ നിന്ന് അകറ്റേണ്ടതിനു വേണ്ടി തിരുവചനത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ അവർ ഉപയോഗിച്ചെന്ന് വരും.
ഞാൻ ആത്മീയർക്ക് വേണ്ടി മാത്രം ആത്മീകമായ കാര്യങ്ങളിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്ക് ആത്മീയത്തിൽ കവിഞ്ഞധികം അറിഞ്ഞുകൂടാ. ഞാൻ പൊളിറ്റിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങത്തില്ല. കാര്യം അതെനിക്ക് അറിയാൻ വയ്യ. ഐ എം ഇഗ്നറൻറ്റ്. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്തതിനെ തൊടാതെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിൽക്കട്ടെ. ഒരു ദൈവപൈതലിനെ ദൈവപൈതലായി വിടാതെ വേണം അവനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റേണ്ടതിന്, മലിന മോഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടതിന്, ജഡത്തെ അനുസരിച്ച് നടക്കുമാറാക്കേണ്ടതിന്. ജഡമെന്നാൽ എന്തോ വന്നു? പാപത്തിൻ്റെ ഇച്ഛകൾ നിർവഹിക്കുന്ന സ്വഭാവം. അതിനെ മാറ്റേണ്ടതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളുണ്ട്. ദൈവം അവരെ ന്യായം വിധിച്ചിട്ടുണ്ട്. താവട്ട് വായിച്ചു. ഇനി ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ അധാർഷ്ട്യമുള്ള തനിഷ്ഠക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. നിൽക്കട്ടെ, നമുക്കിതിന്റെ ഒരു വിശദീകരണം കൂടെ മനസ്സിലാക്കാൻ. നമ്മുടെ ഇന്നത്തെ കുറിവാക്യം അത് തന്നെയാണ്. അതിന്റെ ഒരു വിശദീകരണം കൂടെ മനസ്സിലാക്കാൻ 2-ാമത്തെ അധ്യായത്തിന്റെ 1-1 വാക്യം വായിച്ചാട്ടെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ചിലതിനെ, അത് നിഴലും പുതിയ നിയമം പൊരുളുമാണല്ലോ, പുതിയ നിയമത്തിലെ പൊരുളായ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മോട് സൂക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്ന ചില രംഗങ്ങളാണ് ഇന്ന് പ്രധാനമായും പൊക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിലുള്ള ചില അനുഭവങ്ങൾ പുതിയ നിയമത്തിലെ അനുഭവങ്ങളോട് താരതമ്യം ചെയ്ത് അതെങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കി ഇന്ന് നാം എന്ത് സൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കേണ്ടതിനാണ് ഇന്നത്തെ ഈ ദൂത്. പഴയ നിയമത്തിൽ ചിലതെല്ലാം സംഭവിച്ചു. അവരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. ഞാൻ കള്ളപ്രവാചകന്മാരെ തൊടുന്നില്ല. കള്ളപ്രവാചകന്മാർ ചിലർ രാജാക്കന്മാരുടെ പ്രീതി സമ്പാദിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂത് എന്ന് തെറ്റിദ്ധരിക്കുമാറ് സ്വന്തം ആലോചനകൾ രാജാക്കന്മാരുടെ ഹിതത്തിന് ഒത്തവണ്ണം പറഞ്ഞു കേൾപ്പിച്ചു. അതിനുവേണ്ടി ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി ആളുകളെ കുത്തി, നീ ശത്രുവിനെ ഇതുപോലെ കുത്തിക്കളയുമെന്ന് തോക്കാൻ പോകുന്ന രാജാവിനോട് പ്രവചിച്ച പാർട്ടിയുണ്ട്. ബാലാക്കിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ ജനത്തിന് ദോഷം പറഞ്ഞു കൊടുത്ത ബിലയാമുണ്ട്. എന്നിങ്ങനെ പല തരത്തിൽപ്പെട്ട കള്ളപ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അവരെല്ലാം ജനത്തിൻ്റെ മേൽ നാശം കൊണ്ടുവന്നു. ആ പ്രവാചകന്മാർ ജനത്തിന് ദോഷം ചെയ്തു. ഇതുപോലെ പുതിയ നിയമത്തിൽ ഒരു കൂട്ടം ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. അവരുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ. കഴിഞ്ഞ ഞായറാഴ്ചയുള്ള നമ്മുടെ ചിന്തയിൽ ജഡം, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ജഡീക അവയവങ്ങൾ ദൈവത്തിങ്കൽ നിന്നല്ലാത്തതിനാൽ അതിനെ മരിപ്പിക്കുക എന്ന ആശയം പറഞ്ഞു. ഇന്ന് ഉപദേശത്തിലൂടെ മലിനമോഹങ്ങളിലേക്ക് ആളുകളെ വീഴിച്ചു കളയുന്ന ഒരാശയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നത് പോലെ പുതിയ നിയമത്തിൽ ദുരുപദേഷ്ടാക്കന്മാർ, ഉപദേശം തെറ്റിക്കുന്നവരുണ്ടായിരിക്കും. അന്നത്തെ പ്രവാചകനെ കണ്ടാൽ പ്രവാചകന്റെ വേഷവും ശൈലിയുമാകയാൽ ഇവൻ കള്ളനാണോ നേരുകാരനാണോ എന്നറിയാൻ വയ്യാഞ്ഞതുപോലെ ഇന്നത്തെ ഉപദേശത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവർക്ക് ഇത് ഒരു ബലഹീനതയായി ഭവിക്കാം. അതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കുന്നത് ആവശ്യമായിരിക്കുന്നു. ഈ ദുരുപദേശകന്മാരെ കൊണ്ട് എന്ത് സംഭവിച്ചു? വായിച്ചാട്ടെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വീണ്ടും. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. 1, അവർ തങ്ങൾക്ക് തന്നെ ദീർഘനാശം വരുത്തും. 2, അവർ ഉടയവനെ തള്ളിപ്പറയുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ വീഴരുതാത്തതിൽ വീണു പോകും. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയായിരുന്നു അവരുടെ കാലം കൊണ്ട് സംഭവിച്ചത്? ദുരുപദേശത്തിൽ എന്ത് സംഭവിക്കാം? ഞാൻ ദുരുപദേശങ്ങളെല്ലാം എടുക്കാൻ പോകല്ല. നല്ല ഉപദേശം പറയാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ശത്രു ആരാണെന്നും നാം വീഴാൻ സാധ്യതയുള്ള ഇടം ഏതാണെന്നും ഒന്ന് ഓർപ്പിക്കുന്നത് കൊള്ളാം. ഈ വക്കത്ത് ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൊച്ച് റിങ് വെച്ച്, ആരും ഉടനെ വെക്കരുതേ, വെച്ച് ഒരു കൊച്ചു ചെയിൻ അവിടെ ഇടണം. കാര്യം പെട്ടെന്ന് ഓടി വരുന്നവർ താഴെ പോകാതിരിക്കാൻ ഒരു വാണിംഗ്. പിടിച്ചു നിർത്തുന്ന, കെട്ടി നിർത്തുന്ന ബലമുള്ള ചെയിനല്ല, ഇവിടെ ഇങ്ങനൊന്നും ഉണ്ടെന്ന് പറയാൻ വേണ്ടി. ഈ ലൈന് കാണാവുന്നവർക്ക് വീഴത്തില്ല. ഒരു വാണിംഗ് വെക്കുന്നത് നല്ലതാണ്. റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ ആക്സിഡന്റ് സോൺ, അപകട മേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ആ എഴുതി വെച്ചത് കൊണ്ട് ഒറ്റ അപകടവും മാറത്തില്ലെങ്കിലും അപകടത്തിൽ പെടാതിരിക്കുവാൻ ആളുകളെ വാൺ ചെയ്യുവാൻ ഇതുകൊണ്ട് കഴിയും. ദുരുപദേശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് ദുരുപദേഷ്ടാക്കന്മാർ തീരത്തില്ല, അവർ മിണ്ടാതിരിക്കത്തില്ല. എന്നാൽ ഞാൻ ഈ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ അത് എന്നെ സഹായിക്കും അത്രമാത്രം. ഈ ദുരുപദേശത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ തൊട്ടോട്ടെ. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന
വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത പുതിയ നിയമത്തിലെ അവസാനത്തെ ലേഖനമാണ്. അത് കഴിഞ്ഞാൽ നേരെ വെളിപ്പാട് പുസ്തകമാണ്. അതൊരു ലേഖനമല്ല, അതൊരു പ്രവചന പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ തരുന്ന ലേഖനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതും ഒറ്റ അധ്യായം മാത്രമുള്ളതുമായ 25 വാക്യം മാത്രമുള്ളതുമായ ഒരു ചെറിയ ലേഖനമാണ് യൂദായുടെ ലേഖനം. മറക്കരുത്, ബൈബിളിലത്തെ ഒടുവിലത്തെ ലേഖനമാകയാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എഴുതുന്ന യൂദ അപ്പോസ്തലൻ, യേശുവിൻ്റെ സഹോദരനായ യൂദയാണ് ഇത് എഴുതുന്നത്. ഇസ്കരിയോത്ത യൂദ അല്ല. വേദപുസ്തകത്തിൽ പ്രധാനമായും ക്രിസ്തുവിനോടുകൂടെ 2 യൂദാമാരുണ്ടായിരുന്നു. ഒരു പുള്ളി ഇസ്കരിയോത്ത യൂദായാണ്. അവനാണ് യേശുവിനെ കാണിച്ചു കൊടുത്തേച്ചു പോയ നാശയോഗ്യൻ. മറ്റേത് യേശുവിൻ്റെ സഹോദരനായ യൂദയാണ്. യേശുവിൻ്റെ കസിൻസിൽ ഒരാളായിരിക്കണം. സഹോദരനായ യൂദയാണ്. ഈ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു ദൂത് എഴുതുവാൻ ശ്രമിച്ചു. യേശുവിനെ ആര് വിശ്വസിച്ചാലും രക്ഷിക്കപ്പെട്ടു, ഒരു പ്രാവശ്യം ഏറ്റു പറഞ്ഞാൽ ഒത്തു എന്നിങ്ങനെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് കേൾക്കാൻ സുഖമുണ്ട്, അംഗീകരിക്കാൻ എളുപ്പമാണ്. ആളുകൾ കാത്തിരിക്കുകയാണ്. പിശാചിനൊട്ട് വൈരാഗ്യവുമില്ല. കാര്യം അത് പറഞ്ഞാൽ പിശാചിന് യാതൊരു എതിരുമില്ല. അതിനകത്ത് വിശുദ്ധ ജീവിതം വരുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പിന്നെ പിശാച് ഇതിനെ എതിർക്കുന്ന അവൻ ഒരാൾമാവ് പോലും ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു. നല്ല ഉദാഹരണങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നോ, ഇത് വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ ലേഖനമായി ചേർക്കുന്നതാകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യം എന്നെനിക്ക് തോന്നി. വിശുദ്ധന്മാർക്ക് വിശ്വാസം ഭരമേൽപ്പിച്ചത് ആർക്കാണ്? വിശുദ്ധന്മാർക്കാ, സാധാരണക്കാർക്കുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? കണ്ട അശുദ്ധിയിലൊക്കെ കൈയിടുന്നവനും കള്ളക്കണക്ക് എഴുതുന്നവനും ഉപദേശം പറയേണ്ട എന്തെടോ കാര്യം? അവരോട് ദൈവം ചോദിക്കുന്നൊരു വാക്കുമുണ്ട് 50-ാം സങ്കീർത്തനത്തിൽ, ദുഷ്ടനോട് അവൻ അരുളി ചെയ്യുന്നത്, എൻ്റെ വചനങ്ങളെ നിന്റെ വായിലെടുക്കാൻ നിനക്കാരുടെ അധികാരം തന്നത്? നിനക്കതിന് റൈറ്റില്ല. അത് ദുഷ്ടൻ ഉപയോഗിക്കേണ്ടതല്ല, എനിക്കുള്ളതാ, നമുക്കുള്ളതാ. അത് വിശുദ്ധന്മാർക്കുള്ളതാ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. ദൈവം വിശുദ്ധൻ്റെ കയ്യിൽ വിശ്വാസം ഭരമേൽപ്പിച്ചു. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ അപ്പൻ എൻ്റെ കയ്യിൽ 1000 രൂപ തന്നിച്ച് പറഞ്ഞു, മോനെ ഇത് കയ്യിൽ ഇരിക്കട്ടടാ, തിരിച്ചു വരുമ്പോൾ ഇനി കൊണ്ടത്തരണം, വല്ല എമർജൻസിയും വന്നാൽ ഉപയോഗിക്കാനാ. എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതാ, തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ ഒരുത്തന് എഴുതാൻ ഒരു പേന വേണം, അവൻ്റെ പേന കൊണ്ടുവന്നിട്ടില്ല. കൊച്ചുമക്കളെന്നിരിക്കട്ടെ, പിള്ളേരങ്ങനെ ചോദിക്കത്തില്ല. കൊച്ചുമക്കൾ, ഞാനിത് അങ്ങോട്ട് കൊടുത്തു. അടുത്ത പറഞ്ഞു സൂക്ഷിച്ചോണം, എനിക്ക് തിരിച്ചു തരണ്ട, സൂക്ഷിച്ചോണം. പിറ്റേ ദിവസം ഞാൻ ചോദിക്കും പേന എന്തിയടാ? കാണിച്ചേ പറ്റുള്ളൂ. അവൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. വിശ്വാസമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ തിരിച്ചു ചോദിക്കും. കർത്താവ് തിരുസഭയിൽ വിശ്വാസം ഭരമേൽപ്പിച്ച് യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ കാണുമോ എന്ന് സംശയമാ. കാര്യം ഈ ഭരമേൽപ്പിച്ചത് നിങ്ങൾ പിടിക്കുമോ എന്നോ എനിക്ക് ഉറപ്പില്ല. ഇത് പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. അത് 15 വർഷത്തിന് മുമ്പിലത്തെ പരിപാടിയാ. ഇന്നത്തെ പരിപാടി ഇങ്ങനെ, മോനെ അത് ദൈവത്തിങ്കിൽ നല്ലടാ. വിശുദ്ധന്മാർക്ക് 2 പ്രാവശ്യം വിശ്വാസം ഭരമേൽപ്പിക്കത്തില്ല, ഒറ്റ പ്രാവശ്യമുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു എഴുത്തെഴുതിയാൽ, വല്ലപ്പോഴും ഞാൻ എഴുതാറുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്യുന്നവരോട് ദയവ് ചെയ്ത് ടൈപ്പ് ചെയ്തൊരു കോപ്പി എനിക്കിതാ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. കാര്യം എൻ്റെ 1ാമത്തെ എഴുത്ത് കംപ്ലീറ്റ് അല്ല. ഇതിനകത്ത് നല്ല എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഞാനൊരു എഴുത്തെഴുതിയാൽ കറക്ഷൻ ആവശ്യമായി വരും. കാര്യം എനിക്ക് തെറ്റുപറ്റും. ചിലപ്പോൾ 2-3 പ്രാവശ്യം കറക്റ്റ് ചെയ്യും. ഒരാഴ്ച അയച്ചില്ല, പിന്നെ അയക്കുന്നെങ്കിൽ പിന്നെയും കറക്റ്റ് ചെയ്യും. കാര്യം നേരം പോകുന്നതിനനുസരിച്ച് തോന്നൽ മാറും. കാര്യം അത് എൻ്റെ കഴിവുകേടാ. നിത്യനായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സകലതും നന്നായി അറിയാവുന്നവൻ 2ാമതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. തനിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഇറ്റ്സ് വൺസ് ആൻഡ് വൺസ് ഫോർ ഓൾ. ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം മാറത്തില്ല. 500 കൊല്ലത്തിന് മുമ്പിലത്തെ അപ്പൂപ്പനുണ്ടായിരുന്ന വിശ്വാസമാണ് നമുക്കതൊക്കത്തില്ലെന്ന് പറഞ്ഞ പൊന്നു കുഞ്ഞെ, ലൂസിഫറിന് മാറുമേട, പക്ഷെ ദൈവത്തിന് മാറത്തില്ല. കാര്യം ഹി ഈസ് എ ഡ്യൂപ്ലിക്കേറ്റർ ബട്ട് നോട്ട് ഗാഡ്. ഈ ആശയം മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? വിശുദ്ധന്മാർക്ക് ഞാനിത് പറയാൻ കാര്യം, ഗലാത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, വ്യർത്ഥവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളുടെ വിരുദ് കവർന്നു കളയരുത്. വ്യർത്ഥവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. അത് വരാതിരിക്കേണ്ടതിനാണ് ഇത് തൊടുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. അതെന്തിനാ പോരാടുന്നേ? അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് വെളിയിലെറിയുവാൻ വേണ്ടി ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവനത്തിൻ്റെ പ്രതാപത്തിലും കൂടെ നമ്മോട് പോരാടുന്ന ഒരു ഇൻവേർട്ട് ഫോഴ്സ് നമുക്കെതിരെ നിൽപ്പുണ്ട്.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയിലൂടെ എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന വിരുതിൽ നിന്ന് തന്നെ വലിച്ചെടുത്തെറിയേണ്ടതിനു വേണ്ടി എനിക്കെതിരെ പോരാടുന്നൊരു ശക്തിയുണ്ട്. അതിനോട് എതിർക്കേണ്ടതിന്, ഞാൻ പോരാടേണ്ടതിന് ആവശ്യമെന്ന് എനിക്ക് തോന്നി. 2 പത്രോസ് 2 നമുക്ക് മടങ്ങി വരാം. അതിന്റെ 2-ാമത്തെ വാക്യം. അവരുടെ ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഈ ഗതികേടിൽ അകപ്പെട്ടു പോയാൽ, ഏതിലാണ്? ദുരുപദേശത്തിൽ അകപ്പെട്ടു പോയാൽ പലരും അവരുടെ എന്തിലകപ്പെടും? ദുഷ്കാമപ്രവൃത്തികളിൽ എന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആയത്. ഈ ഉപദേശത്തിൽ അകപ്പെട്ടു പോയാൽ അറിഞ്ഞോ അറിയാതെയോ ദുഷ്കാമപ്രവൃത്തിയിൽ വീണിരിക്കും. അതെന്താ പാസ്റ്ററെ? പിശാചിൻ്റെ ഒരു പ്രത്യേകത, അവൻ പല സ്വഭാവങ്ങൾ ഒരുമിച്ച. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ ഒരു സൈഡ് തന്നെ കളഞ്ഞു പോകത്തില്ല, പോയാൽ 2 സൈഡ് ഒന്നിച്ചേ പോകത്തുള്ളൂ. കിട്ടിയാലും 2 സൈഡ് ഒന്നിച്ചേ ഉള്ളൂ. അതൊരു ഒറ്റ നാണയത്തിൻ്റെ 2 സൈഡാണ്. ദുരുപദേശം കൊണ്ടുവരുന്ന പിശാചിന് ജീവിതദോഷവും കൂടെ ഉണ്ട്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളിൽ അനേകർ വീണുപോകും. ദുഷ്കാമപ്രവൃത്തിക്ക് ഒരു വിശദീകരണം വേണ്ട. ഒട്ടും മലയാളം അറിയാൻ വയ്യാത്തവർക്കും ഇതറിയാം. കാമവികാരങ്ങളിൽ അവർ പിടിക്കപ്പെടും. വെറും ലവ് അഫേഴ്സിലായിരിക്കാം ആദ്യം തുടങ്ങുന്നത്.